ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. 3 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ എൻ്റെ സാക്ഷ്യം വീണ്ടും തുടരുകയാണ്. കുടുംബജീവിതത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. 2012 ഡിസംബർ 31 എൻ്റെ വിവാഹം കഴിഞ്ഞത്. അച്ചാച്ചൻ്റെ പേര് പ്രദീപ് ജോർജ്. മാവേലിക്കരയിലാണ് കെട്ടിച്ചത്. അച്ചാച്ചന് 2000 ക്യാൻസർ സ്കിൻ ക്യാൻസർ ലിംഫോമ എന്ന രോഗത്താൽ ഭാരപ്പെട്ടു. അച്ചാച്ചൻ ട്രീറ്റ്മെൻറ്റ് പോലും കംപ്ലീറ്റ് ആകാതെ ഒരു സമയത്ത് ഒരു ദൈവാരാധനയിൽ പങ്കുചേർന്നു. ദൈവത്തിൽ ആ പവർ ഹീലിംഗ് മനസ്സിലായി. ട്രീറ്റ്മെൻറ്റ് പോലും കംപ്ലീറ്റ് ആകാതെ ആത്മീയ തലത്തിൽ കൂടുതൽ വർദ്ധിച്ച് ഇനിയും അച്ചാച്ചൻ്റെ പഠിച്ച സർട്ടിഫിക്കറ്റ് പോലും കത്തിച്ചു കളഞ്ഞ് അത്ര വിശ്വാസത്തിൽ തീക്ഷ്ണമായി നിന്നുകൊണ്ട് സുവിശേഷ വേലയിൽ താല്പര്യപ്പെട്ട് നിൽക്കുമ്പോഴാണ് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് മുഖാന്തരം അച്ചാച്ചൻ്റെ സാക്ഷ്യം കേൾക്കുകയും അങ്ങനെ ഞങ്ങളുടെ വിവാഹാലോചന നടക്കുകയും ചെയ്തത്. ഞങ്ങൾ രണ്ടുപേർക്കും ക്യാൻസറിൽ നിന്ന് വിടുതലായതുകൊണ്ട് ഞങ്ങളൊരു ടെസ്റ്റിമണിയായി തന്നെ അനേകരുടെ ഇടയിൽ സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ഇന്ന സഭയെന്നൊന്നും ഇല്ലാതെ അനേക സ്ഥലങ്ങളിൽ പോയി സന്തോഷമായ ഒരു ജീവിതം ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എനിക്ക് ഒരു നല്ല സുവിശേഷ വേലകനെ കിട്ടിയതുപോലെ തന്നെ ഞാൻ നല്ല രീതിയിൽ ഞങ്ങൾ ആത്മീയമായി കൂടുതൽ വർദ്ധിച്ചു വരികയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേർക്കും ക്യാൻസർ വന്നിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ലെന്ന് ലോകം വിധി എഴുതിയെടുത്ത് ദൈവ അത്ഭുതകരമായി തന്നെ ഞങ്ങൾക്കൊരു മകളെയും 2015 ഫെബ്രുവരി 11 അവളെയും ഞങ്ങൾക്ക് ദൈവം ദാനമായി തന്നു. ഹന്ന എന്നാണ് അവളുടെ പേര്. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ആത്മീയമായി തന്നെ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ ഏതോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്തെന്ന് പറയാൻ എനിക്ക് സാധിക്കുകയില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക കാരണത്താൽ അച്ചാച്ചൻ ആത്മീയ തലത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പിന്തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയിൽ ആയിത്തീർന്നു. പിന്നെ പ്രാർത്ഥനയിൽ കൂടുതൽ ശ്രദ്ധയില്ലാതെ അങ്ങനെ ഒരു ജീവിതം വന്നപ്പോൾ എനിക്ക് മാനസികമായും ശാരീരികമായി എൻ്റെ ജീവിതത്തിൽ വളരെ തളർച്ചയുണ്ടായി. അതെനിക്ക് വളരെ സങ്കടകരമായൊരു കാര്യമായിരുന്നു. അതിനെ തുടർന്ന് ഫാമിലിയിൽ കുറച്ച് പ്രോബ്ലങ്ങളും ഒക്കെ ഉണ്ടായി. ഒന്നും പറയുവാൻ സാധിക്കുകയില്ല. അതിനെ തുടർന്ന് എനിക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ആ സാഹചര്യത്തിൻ്റെ മുഖാന്തരം ഞാൻ ആ ഭവനത്തിൽ നിന്ന് തിരിഞ്ഞു പോരേണ്ടി വന്നു. ഇപ്പോൾ ഞാൻ അമ്മയുടെ കൂട്ടത്തിലാണ് നിൽക്കുന്നത്. ആ സമയത്താണ് ആ സാഹചര്യത്തിൽ എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നു. കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകാൻ ആശ്വാസദായക വരുമോ? നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകാൻ ആശ്വാസദായക വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? ഞാൻ ഈ പാട്ട് പാടിയതുപോലെ തന്നെ തുടർന്നും ഞാൻ സങ്കടപ്പെട്ടില്ല, ഭാരപ്പെട്ടില്ല. എൻ്റെ ഈ ആശ്വാസദായകൻ എൻ്റെ കൂടത്തിൽ തന്നെ ഉണ്ടെന്നുള്ള വിശ്വാസത്താൽ തന്നെ ഞാൻ തുടർന്നും എൻ്റെ ജീവിതം നയിച്ചു. പുറമെ കാണുന്നവർക്ക് വിഷമം തോന്നിയെങ്കിൽ എൻ്റെ മനസ്സിൽ യാതൊരു ഭാരമോ പ്രയാസമോ ഒന്നുമില്ല. എൻ്റെ ഇത്രത്തോളം നടത്തിയ ദൈവം എന്നെ തുടർന്ന് നടത്തുവാൻ ആ ആശ്വാസദായകൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്താൽ തന്നെ ഞാൻ മുന്നേറി. തുടർന്ന് എനിക്കൊരു നല്ല ജോലിയിൽ പ്രവേശിക്കാൻ ഒരു ആശ്രമത്തിൽ അത് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ മിഷണറി ആയിട്ടുള്ള ഒരു ജോലി വർക്ക് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി എൻ്റെ ദൈവത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ആ ക്രിസ്തു യേശുവിനെ അറിയിക്കുവാൻ തക്കണം, എൻ്റെ ജീവിതത്തിലൂടെ തന്നെ അറിയിക്കുവാൻ തക്കണം. അങ്ങനെ എനിക്കൊരു സാഹചര്യത്തിൽ എനിക്ക് ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുവാനൊരു സാഹചര്യം
വന്നു. അവിടെ ഞാൻ നല്ല സന്തോഷത്തോടെ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്തത്. അതിലും എനിക്ക് പറയാനുള്ളത്, ഞാൻ യോഗ്യയല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ, ഞാൻ യോഗ്യയല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ, ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. യോഗ്യതയില്ലാതിരുന്നിടത്തും എനിക്കൊരു നല്ല അവസരം ദൈവം ഒരുക്കി തന്നു. മുന്നോട്ട് ഞങ്ങൾ പോകുമ്പോൾ അവിടെ മാസത്തിൽ 2 പ്രാവശ്യം ലീവുള്ളൊരു സമയത്ത് ഞാൻ ഭവനത്തിൽ വന്നപ്പോൾ ദൈവത്തിൻ്റെ മുന്നോട്ട് എന്നെക്കുറിച്ചുള്ള പദ്ധതി ദൈവത്തിന് അറിയാം. അത് എന്നെ നടത്തുവാൻ വേണ്ടിയായി, നന്മയ്ക്കായിട്ട് തന്നെയാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. സ്റ്റെപ്പിൽ നിന്ന് എൻ്റെ കാല് ഇടറി വീണു സംഭവിച്ചു. അതൊരു ഫ്രാക്ചറായിട്ട് വന്നു. ഇപ്പോൾ ഞാൻ കാല് കുത്താൻ എനിക്ക് സാധിക്കുകയില്ല. എന്നാലും ഡോക്ടർമാർ പറഞ്ഞതിൽ അത്ഭുതമായി തന്നെ അവിടെ ഭയങ്കര റിസ്ക് ആയിരുന്നു എൻ്റെ ഓപ്പറേഷനൊക്കെ. മരിച്ചു പോകുന്ന പോകേണ്ട സ്ഥാനത്ത്, കാല് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത സ്ഥാനത്ത് ദൈവം അവിടെയും എനിക്ക് അത്ഭുതമായി. ഇത് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള നേട്ടത്തിന് ദൈവം എന്നെ പദ്ധതി ഒരുക്കുവാൻ വേണ്ടി തന്നെ ആക്കി തന്നു. ഇതൊരു വേദനയ്ക്കോ ഭാരത്തിനോ പ്രയാസത്തിനോ ആരുടെ സഹതാപത്തിനോ ഒന്നുമല്ല. ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, എൻ്റെ ദൈവമായ കർത്താവിനെ, എൻ്റെ യേശു ക്രിസ്തുവിനെ ഉയർത്താൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ഈ സാക്ഷ്യം പറയുന്നത്. അങ്ങനെ ഞാൻ ബെഡയിലായിരിക്കുമ്പോൾ, ഭവനത്തിലായിരിക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥനയിലും പാട്ടൊക്കെ പാടുന്നതിലുമൊക്കെ ഞാൻ ആശ്രയിച്ചു നിന്നു. അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ഇതിൽ നിന്നൊരു പാട്ട് കേൾക്കുവാൻ സാധിച്ചു. അത് ഞാൻ പഠിച്ചു. അതും കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പാടിയിട്ട് എൻ്റെ സാക്ഷ്യം വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. ദൈവകൃപയിൽ ഞാൻ എന്നും സ്തുതിക്കും, തൻ്റെ ദയയിൽ എന്നും ആനന്ദിക്കും. ദൈവകൃപയിൽ ഞാൻ എന്നും സ്തുതിക്കും, തൻ്റെ ദയയിൽ എന്നും ആനന്ദിക്കും. എനിക്കായി മുറിവേറ്റ വൻകരങ്ങൾ, എനിക്കായി മുറിവേറ്റ വൻകരങ്ങൾ എല്ലാ നാളിലും എന്നെ വഴി നടത്തും, എല്ലാ നാളിലും എന്നെ വഴി നടത്തും. ദൈവമഹത്വം ഞാൻ എന്നും പാടിടും, സ്തോത്രസ്തുതികൾ ഞാൻ എന്നും ഉയർത്തും. ദൈവമഹത്വം ഞാൻ എന്നും പാടിടും, സ്തോത്രസ്തുതികൾ ഞാൻ എന്നും ഉയർത്തും. എനിക്കായി മുറിവേറ്റ വൻകരങ്ങൾ എന്നും എന്നേക്കും ഞാൻ പാടിപ്പുകഴ്ത്തും, എന്നും എന്നേക്കും ഞാൻ പാടിപ്പുകഴ്ത്തും. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.